ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിൽ സ്വാഗതം. നമുക്കിന്നൊരു വീനെക്ക് എങ്ങനെ ചുരിദാറിലാണേലും ഫ്രോക്കിലാണേലും തയ്ക്കാനായിട്ട് പറ്റുമെന്ന് നോക്കാം. എങ്ങനെ വെട്ടാം, എങ്ങനെ അത് മരന്നു പോകാതെ നല്ല ഷേപ്പിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ കഴുത്തിൻ്റെ അകലമെന്ന് പറയുന്നത് 3 ഇഞ്ചും ഇറക്കമെന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ചുമാണ്. അതൊരു സ്ക്വയർ ഷേപ്പിൽ വരച്ചിട്ട് ശേഷമാണ് നമ്മൾ വീനെക്ക് അടയാളപ്പെടുത്തുന്നത്. ഇതിപ്പം തുണിയുടെ ചീത്തവശത്താണ് മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ സ്ക്വയർ ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് കോൺ ഷേപ്പിൽ വരയ്ക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അങ്ങ് വെട്ടിയെടുത്ത് തയ്ക്കാതെ അതിൻ്റെ ഒരു 1/3 പാകത്തിൻ്റെ അവിടെ വന്നിട്ട് നമ്മളൊരു 1/2 ഇഞ്ചോ അങ്ങോട്ട് തള്ളി ഒരു സ്ട്രെയിറ്റ് വി അല്ല, ഇച്ചിരി കർവായിട്ടുള്ള വി ആയിട്ട് നമ്മൾ തയ്ച്ചാൽ മാത്രമേ നമുക്കത് ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം വെട്ടിയെടുത്തതാണിത്. എന്നിട്ട് നമ്മൾ വേറെ ഏതൊരു ആ കഴുത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ വെട്ടിയെടുത്ത ഭാഗം നമ്മൾ വേറൊരു പീസ് തുണിയാണ് വെച്ച്, ഈ ചുമന്ന തുണിയാണ് വെച്ച് തയ്ക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആ കഴുത്ത് വെട്ടിയെടുത്ത ആ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ അതേപോലെ തന്നെ ആ പീസിലോട്ട് വെച്ചുകൊണ്ട് നമ്മൾ വരച്ചെടുക്കണം, മാർക്ക് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് അതേ സെയിം അളവിൽ തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തയ്യൽത്തുമ്പോൾ ഒന്നും ഇടുന്നില്ല, കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അകലമെന്ന് പറയുന്നത് ഒരു 1.5 ഇഞ്ച് അകലത്തിലാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഒത്തിരി വീതിക്ക് തയ്ക്കുന്നത് അത്ര ഭംഗി കാണത്തില്ല. ഒരു 1.5 ഇഞ്ചൊക്കെ മാക്സിമം അത് നല്ല കുഴപ്പമില്ലാതെ പോകും. അപ്പോൾ അവിടെയും നമ്മളിങ്ങനെ സ്കെയിൽ വെച്ച് പിടിക്കുമ്പം ആ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ അവിടെ വരില്ല. കാരണം കുറച്ച് നമ്മൾ ഇച്ചിരി കർവായിട്ട് അവിടെ വന്നിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ വെച്ച് വേണം അതേപോലെ നമ്മളങ്ങ് ജസ്റ്റ് താഴോട്ട് വരച്ചു കൊടുക്കുകയാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ഇതിന് കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യണം. അല്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നമ്മളെന്നിട്ട് ഇതിൽ വെട്ടിയെടുക്കുകയാണ്. ഇത് ക്യാൻവാസ് വെക്കാതെ തയ്ക്കുന്നത്. ക്യാൻവാസ് ഇല്ലാതെയും നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. നമ്മളിത് വെട്ടിയെടുക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ആ ടോപ്പിൻ്റെ ഭാഗത്തോട്ട് വെച്ച് തയ്ക്കാനായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അത് കഴുത്തിൻ്റെ ഭാഗം വെട്ടുന്നില്ല. അതിന് പകരം അത് ചോക്ക് വെച്ച് വരച്ചിട്ടോ ഒന്നും തിരിച്ചിട്ടോ മടക്കുന്നുണ്ടെങ്കിൽ അതേ സെയിം മാർക്ക് ഇങ്ങപ്പുറത്തെ സൈഡിലോട്ട് വരികയാണ്. അപ്പോൾ ആ മാർക്ക് വന്നതിലൂടെയാണ് നമ്മൾ തയ്ക്കുന്നത്. തയ്ക്കാനായിട്ട് ഇതിപ്പം നമ്മൾ അകവശത്താണ് ഇത് വെച്ചിരിക്കുന്നത്. തുണിയുടെ ചീത്ത ഭാഗത്ത് വെച്ചുകൊണ്ടാണ് തയ്ക്കുന്നത്. തുണിയുടെ ചീത്ത ഭാഗവും ആ കട്ട് ചെയ്ത പീസിൻ്റെ ചീത്ത ഭാഗവും ഒരേപോലെ വരത്തക്ക രീതിയിൽ, ടച്ച് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ വേണമെങ്കിൽ ഒന്ന് പിന്നൊക്കെ കുത്തിയിട്ട് വേണം തയ്ക്കാനായിട്ട്. തയ്ച്ചു തുടങ്ങുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ചേഞ്ച് ചെയ്യാതിരിക്കും. കഴുത്ത് ഒത്തിരി മലന്ന് പോകുകയൊന്നും ചെയ്യാതിരിക്കാനാണ് നമ്മൾ ഈ പിന്നൊക്കെ കുത്തുന്നത്. അപ്പം ഒരു പ്രഷർ ഫുഡിൻ്റെ അകലത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലരൊക്കെ വീനെക്ക് തയ്ച്ചു കഴിഞ്ഞാൽ ഒത്തിരി മലർന്നൊക്കെ പോകാറുണ്ട്. അങ്ങനെ മലർന്ന് പോകാതെ വേണം നമ്മൾ വീനെക്ക് തയ്ക്കാനായിട്ട്. അങ്ങനെ തയ്ച്ചെടുത്ത് ശേഷം നമ്മളത് ആ തുണി അവിടെ വെട്ടിക്കളയുകയാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചിടും. അതിന് മുമ്പേ നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തയ്യൽ തുമ്പൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വിടണം. ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ടു. അപ്പം നല്ല പാകത്തേക്കാണേ. വേണേൽ അതിൽ ഡിസൈനൊക്കെ ചെയ്യേണ്ടവർക്ക് ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ആ ചുമന്ന തുണിയുടെ ഒരു ഭാഗം മാത്രം എടുത്ത് ത്രികോണാകൃതിയിലുണ്ടാക്കി അതിൻ്റെ അടിയിലൊന്ന് ഡിസൈൻ പോലെ ജസ്റ്റ് 2-3
നമ്മൾ കഴുത്തിൻ്റെ ആ ഭാഗം എന്നിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. ഇത് വീഡിയോ കാണുന്നിരുന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായം കൂടെ പറയണേ. അവിടെ സെൻറ്റർ വന്നിട്ട് അവിടെ കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ തിരിച്ച് തുടങ്ങാനായിട്ട്. അങ്ങനെ തയ്ച്ചെടുത്തതാണ് ഇങ്ങനെ. ഇതിലൊരു 1/4 ഇഞ്ച് ഭാഗത്തിന് നമ്മൾ മടക്കി വെച്ച് അയൺ ചെയ്തിട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ പിന്നെ കുത്തിയാണ് തയ്ക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പീസ് വെച്ച് ഇതുപോലെ മടക്കി ഇടയ്ക്കോട്ട് വെച്ച് കൊടുക്കും. 2-3 എണ്ണ അങ്ങനെ വെക്കുന്നുള്ളൂ. കാരണം ഒരുപാട് വെച്ചാൽ വൃത്തികേടാണ്. കോർണറിൽ കൊണ്ടുവന്ന് കുത്തി നിർത്തി വീണ്ടും തിരിച്ചിങ്ങോട്ടിടുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം വാച്ച് ചെയ്തതിന് ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ.